ഉത്രാടം നാളിന്റെ ഒടുവിലുള്ള 45 നാഴിക, തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ 30 നാഴിക ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് ഇപ്പോഴുള്ള സമയം പൊതുവെ വളരെ അനുകൂലമായിട്ട് കാണാം. 7ാം ഭാവത്തിലൂടെ വ്യാഴവും 3ാം ഭാവത്തിലൂടെ ശനിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. സാമ്പത്തിക പുരോഗതിയിലേക്കുള്ള മാർഗങ്ങൾ തുറക്കും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന തുടക്കം കുറിക്കുവാൻ കഴിയും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ ചിങ്ങമാസത്തിൽ അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടായേക്കും. വിദേശ തൊഴിലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുമുണ്ട്. അന്യദേശങ്ങളിലും മറ്റും വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും വരുമാനത്തിൽ വർധനവും കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുകയും ആഗ്രഹിക്കുന്ന താമസ സ്ഥലം നേടിയെടുക്കാൻ കഴിയുകയും ഉൾപ്പെടെ വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിലെല്ലാം ഉദ്ദേശിക്കുന്നത് പോലെ പുരോഗതി വരാവുന്ന സമയമാണ്. കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകും. കച്ചവട രംഗം വിപുലീകരിക്കാൻ കഴിയും. ബിസിനസ് മേഖല കൂടുതൽ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള അവസരമുണ്ടാകും. നല്ല രീതിയിൽ പരിശ്രമിച്ച് മുമ്പോട്ട് പോയാൽ വളരെ ഗുണങ്ങളാണ് കാണുന്നത്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും വരുന്നതാണ്. കുട്ടികളുടെ വിജയത്തിൽ വളരെ സന്തോഷം അനുഭവപ്പെടാൻ ഇടയുണ്ട്. വിവാഹ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ ചിങ്ങമാസത്തിൽ ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരും. കുടുംബം ഒരുമിച്ചുള്ള ഉല്ലാസയാത്ര, തീർത്ഥാടനം ഇതിനൊക്കെയുള്ള അവസരങ്ങൾ കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനുള്ള അവസരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.